ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും മക്കളെ എജ്യൂപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ +2 ഹിസ്റ്ററിയുടെ മോഡൽ എക്സാം ഇതാ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. +2 ഹിസ്റ്ററിയുടെ മോഡൽ എക്സാമിന് ഒരുപാട് തവണ എക്സാമിന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ക്രൊണോളജിക്കൽ ഓർഡറിൽ ചെയ്ത് കാലഗണനാ ക്രമത്തിൽ ചെയ്ത് അല്ലേ. അതായത് നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ തരും, ആ സംഭവങ്ങളുടെ ഇയർ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഓൾറെഡി +1 എഴുതിയിട്ടുണ്ട്. ഒരൊറ്റ മോഡൽ എക്സാമിന് ഞാൻ എക്സാം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, അതായത് ഇതേപോലെ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡറിൽ. ഇനി പറയുന്നത് കാലക്രമത്തിൽ ചെയ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ തരും. ഈ സംഭവങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യും? ഓർഡർ ആക്കി എഴുതാൻ പറയും. അങ്ങനെയാണ് പൊതുവെ എന്ത് ചെയ്യുക, എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. സോ അതിൽ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട 2 പാഠങ്ങളുണ്ട്. 14-ാമത്തെയും 15-ാമത്തെയും പാഠം. ആ 2 പാഠത്തിൽ നിന്നാണ് പൊതുവെ എന്ത് ചെയ്യുക, ഈ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ നിങ്ങളോട് ചോദിക്കുക. സോ അതിന് ഈ സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ ഞാൻ ഓൾറെഡി +1 നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങൾ പഠിക്കാൻ ചെറിയൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. എന്താടാ? അതായത് ഇയറും അതേപോലെ സംഭവമാണ്. അപ്പം എന്ത് ചെയ്യുക, ഇയറിനൊരു വണ്ടിയുടെ നമ്പറായിട്ടും സംഭവത്തെ ഒരു വണ്ടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്കാക്കട്ടെ. അപ്പോൾ വാസ്കോ ഡി ഗാമ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വണ്ടിയാണ്. വണ്ടിയുടെ നമ്പർ എത്ര? 1498. ശ്രദ്ധിക്കണേ, വാസ്കോ ഡി ഗാമ കോഴിക്കോട് എത്തി തന്ന 1498. ആൻഡ് പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് പ്രിന്റിംഗ് ഇൻ കേരള. കേരളത്തിൽ എന്താണ് അച്ചടി സ്ഥാപിച്ചത്? 1577. ഡച്ച് റീച്ചർ ഇൻ കാലിക്കറ്റ്. കോഴിക്കോട് എന്താണ് ഡച്ചുകാർ 1604 എത്തി. ശ്രദ്ധിക്കണേ, ആറ്റിങ്ങൽ റിവോൾട്ടിൽ, ആറ്റിങ്ങൽ കലാപല 1721. മാർത്താണ്ഡവർമ്മ ബിക്കം ദി കിങ് ഓഫ് ദി ട്രാവൻകൂർ. ട്രാവൻകൂർ അഥവാ തിരുവിതാംകൂർ രാജാവായിട്ട് മാർത്താണ്ഡവർമ്മ എന്നത് ഏത് വർഷമാണ്? 1729. ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഏത് വർഷമാണ്? 1741. ആൻഡ് ദ ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഇൻ മലയാളം സംക്ഷേപ വേദാർത്ഥം പബ്ലിഷ്ഡ് അല്ലെ. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാ? സംക്ഷേപ വേദാർത്ഥം. ഏത് വർഷമാണ്? 1772. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ്? 1792. പഴശ്ശി റിവോൾട്ട് അല്ലെ, പഴശ്ശി കലാപം ആരംഭിച്ചത് എന്നാടാ? 1793. ബ്രിട്ടീഷ് മെയ്ഡ് സബ്സിഡറി അലയൻസ് വിത്ത് ദ റൂളർ ഓഫ് ട്രാവൻകൂർ ഏത് വർഷമാണ്? 1805. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ ഭരണാധികാരിയുമായിട്ട് സഹകരിച്ച വർഷം ഏതാ? 1805. പിന്നെ കുണ്ടറ പ്രോക്ലമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ്. ഏത് വർഷമാണ്? 1809. കുറിച്യ റിവോൾട്ട് ഏത് വർഷമാണ്? 1812. ഗൗരി പാർവതിബായ് ഇൻട്രൊഡ്യൂസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂറിൽ. തിരുവിതാംകൂറിൽ എന്ത് ചെയ്യാണ്? ഗൗരി പാർവതിബായ് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ഏത് വർഷമാണ്? 1817 കേട്ടോ. റവ ഹബിക് എസ്റ്റാബ്ലിഷ് ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ഭരണശ്ശേരി കണ്ണൂർ. കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഏത് വർഷം? 1841 കേട്ടോ. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാ? രാജ്യസമാചാരം. ഏത് വർഷമാണ്? 1847. ഓർത്തു വെക്കണേ. ആൻഡ് ദ റോയൽ പ്രോക്ലമേഷൻ വാസ് ഇഷ്യൂഡ് പെർമിറ്റിംഗ് ദ ചാന വുമൻ ടു വിയർ ജാക്കറ്റ്. ചാന സ്ത്രീകൾക്ക് അല്ലേ, അതായത് അവർക്ക് അവിടെ ചാന ലഹള നടന്നിട്ടുണ്ടല്ലേ, ചാന ലഹളക്ക് ശേഷം എന്താണ്, ചാന സ്ത്രീകൾക്ക് ജാക്കറ്റ് ധരിക്കാനുള്ള അവകാശം കൊടുത്ത വർഷം ഏത്? 1859. 1862 എന്താ, ബ്രണ്ണൻ സ്കൂൾ തലശ്ശേരിയിൽ സ്ഥാപിച്ചു. 1866 എന്താ, വിക്ടോറിയ ഹൈസ്കൂൾ എസ്റ്റാബ്ലിഷ് പാലക്കാടിലെ, പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ സ്ഥാപിതമായി. 1875 എന്താ, തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജ് എന്ത് ചെയ്യാണ്, സ്ഥാപിക്കുകയാണ്. ഈ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കണേ. 1891 എന്താ, മലയാളി മെമ്മോറിയൽ ആണ്. അതേപോലെ 1897 എന്താ, ശ്രീ ശങ്കരൻ നായർ പ്രിസൈഡഡ് ഓവർ ദ അമരാവതി സെഷൻ ഇൻ ദ കോൺഗ്രസിലെ അമരാവതി സമ്മേളനത്തിൽ ശ്രീ ശങ്കരൻ നായർ എന്ത് ചെയ്തു? അധ്യക്ഷനായി. അടുത്തെന്താ, 1920 മഞ്ചേരി പൊളിറ്റിക്കൽ കോൺഫറൻസിൽ, മഞ്ചേരിയിൽ കോൺഗ്രസിന് എന്ത് നടക്കുകയാണ്? രാഷ്ട്രീയ സമ്മേളനം നടക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ്, 1921 എന്ത് ചെയ്യുന്നുണ്ട്? മലബാർ കലാപവും നടക്കുന്നുണ്ട്. അതേപോലെ അഖില കേരള കോൺഗ്രസ് രാഷ്ട്രീയ യോഗം എവിടെ നടക്കുകയാണ്? ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നുണ്ട് അല്ലേ. 1924-25 എന്ത്, വൈക്കം സത്യാഗ്രഹ. 1931-32 കാലഘട്ടത്തിലാണ് എന്ത്, ഗുരുവായൂർ സത്യാഗ്രഹ. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്? 1936 ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ. അതായത് തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യാം, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ ഏത് വർഷമായിരുന്നു? 1936. അതേ വർഷം തന്നെയാണ് എന്ത്, പട്ടിണി ജാഥ, കെ ഗോപാലന്റെ പട്ടിണി ജാഥ നടന്നത്. 1937 എന്ത് ചെയ്തത്? ട്രാവൻകൂർ സർവകലാശാല, പിന്നീട് ഇത് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. 1941 എന്താ, കയ്യൂർ റിവോൾട്ട്, കയ്യൂർ കലാപമാണ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എന്ത് നടക്കുന്നുണ്ട്? കീഴരിയൂർ ബോംബ് കേസ്. ഓർത്തു വെക്കണേ. 1942. 1946 എന്ത്, പുന്നപ്ര വയലാർ റിവോൾട്ട്. 1947 എന്താ, പാലിയം സത്യാഗ്രഹമുണ്ട്. 1949 എന്താ, ഇന്റഗ്രേഷൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി. തിരുവിതാംകൂറും കൊച്ചിയും കൂട്ടിച്ചേർത്ത് തിരുക്കൊച്ചി കൊണ്ടുവന്നത് ഈ വർഷമാണ് 1949. 1956 എന്തുണ്ടാകുന്നത്? കേരളം രൂപീകരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയുള്ള ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം മക്കളെ. ഒന്ന് ശ്രദ്ധിക്കണം, ഇത്രയും സംഭവങ്ങൾ ഒന്ന് വേണേൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോട്ടോ. ഇത്രയും സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, പഠിച്ചു വെക്കണം. ഇത്രയും സംഭവങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരികയെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യണം എന്താ കാര്യം, ആൻഡ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ അല്ലേ, താഴെ പറയുന്നത് എന്ത് ചെയ്യുക, കാലക്രമത്തിൽ എന്ത് ചെയ്യാം, ക്രമീകരിക്കുക. അപ്പോൾ ഈ സംഭവങ്ങളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഹോംവർക്ക് ആയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ട്, കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ച് ഉറപ്പെടുത്താണ്. അപ്പോൾ PYQ പ്രീവിയസ് ഇയറിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇത് കറക്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ട് ശ്രദ്ധിക്കണം. ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഓർഡർ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം.
ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ടടുത്ത കൊല്ലം, ഓരോ കൊല്ലവും പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ടടുത്ത കൊല്ലം എന്താണ് എക്സാമിന് ചോദിച്ചത്, ഈ സംഭവങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. കാരണം കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് എന്താ ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യാണ്, അടുത്ത കൊല്ലം എക്സാമിന് ചോദിച്ചാൽ ഇത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ എഴുതണം കേട്ടോ. ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾ എഴുതി കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തൊന്ന് ആൻസർ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതാം. ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ നമ്പർ 4 കേട്ടോ. എന്താണ് ഇത്, ഐക്യം സത്യാഗ്രഹം, കുണ്ട്ര പ്രോക്ലമേഷൻ, പഴശ്ശി റിവോൾട്ട്, പാലി സത്യാഗ്രഹം, കുറിച്യ റിവോൾട്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനെ കറക്റ്റ് ഇയർ വൈസ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതട്ടോ. പിന്നെ അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് എഴുതാൻ മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഓരോ കൊല്ലം മുമ്പ് ചോദിച്ചതാണ്. അടുത്തുണ്ട് ചൈന രജിസ്ട്രേഷൻ, കുറിച്യ റിവോൾട്ട്, പഴശ്ശി റിവോൾട്ട്, ഗുരുവായൂർ സത്യാഗ്രഹ, മലബാർ റെബലിയൻ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് എന്ത് ചെയ്യുക, നിങ്ങളോട് ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലക്രമത്തിൽ എഴുതാനായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ സംഭവങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിൽ 5 2018 മുതൽ 2018, 19, 20, 21, 22 അത്രയും 5 കൊല്ലത്തെ എന്ത് ചെയ്യാണ്, അതായത് അത്രയും കൊല്ലത്തെ കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇതൊക്കെ ശരിയാണല്ലോ, മാർക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇതിൽ ചില സംഭവങ്ങൾ കോമൺ ആയിട്ടുണ്ടല്ലോ, കുറിച്യ റിവോൾട്ട്, അതേപോലെ തന്നെ കുണ്ട്ര പ്രോക്ലമേഷൻ ഒക്കെ കോമൺ ആയിട്ട് വരുന്ന. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് പഠിക്കാനുള്ളത്. 4 മാർക്ക് വെറുതെ കൊണ്ടുപോയി കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സോ നിങ്ങൾ ഹിസ്റ്ററി ഒരു പേടിക്കേണ്ട, പറയുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% ഷുവർ ആയിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യന് പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, നമ്മുടെ ഈ ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലക്രമത്തിൽ ഇത്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതി വെക്കുക. ബാക്കി നമുക്ക് ഇനിയുള്ള ലൈവുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. സോ നമുക്കിനി എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന വിചാരിക്കുന്നു. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഹിസ്റ്ററിക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ. ബൈ.